Good morning friends. Today we are going to discuss queuing theory. So നമുക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും why we want to study a queuing theory. Queue എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it's a simple thing അല്ലേ. So we want to study the mathematical behavior of queues. There will be a mathematical behavior for every queue. So we know that നമ്മളൊരു ക്യൂവിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അല്ലേ, ക്യൂവിൽ കുറേ ആൾക്കാരുണ്ടാവും. എ നമ്പർ ഓഫ് പേഴ്സൺസ് ഉള്ള ഒരു ലൈനിനെയാണ് നമ്മൾ ക്യൂ എന്ന് പറയുന്നത്. സോ നമ്മളെല്ലാവരും വരുന്നത് എന്തിനാണ്? ഫോർ അവൈലിംഗ് എ സർവീസ്. സോ ദെൻ ആഫ്റ്റർ ഗെറ്റിംഗ് ദ സർവീസ് വി വിൽ ഗോ ഔട്ട് അല്ലേ, നമ്മൾ പോകും. അപ്പോൾ ദർ വിൽ ബി മെയിൻലി ദീസ് ത്രീ ആർ ദ മെയിൻ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ എ ക്യൂ ബിഹേവിയർ. ദാറ്റ് ഈസ് അറൈവൽ, സർവീസ്, ഡിപ്പാർച്ചർ. നമ്മൾ വരുന്നു, നമ്മൾ സർവീസ് അവൈൽ ചെയ്യുന്നു, തിരിച്ചു പോകുന്നു. സോ these three are the main steps in a queuing theory. So the next thing we want to study, that is server. What is server? Server and customers are the two things that is very important in a queue. That is, സർവീസ് വാങ്ങിക്കാൻ വരുന്ന ആളായിരിക്കും എന്ത്? കസ്റ്റമർ. സർവീസ് കൊടുക്കുന്ന ആളെന്തായിരിക്കും? സെർവർ ആയിരിക്കും. സോ സെർവർ വിൽ ബി ദ person or a machine which gives the service to the customer. So in a queue there will be one server or more than one server. So when there is only one server, it will be a single server queuing model. Then when there is more than one server, that is മൾട്ടിപ്പിൾ സെർവർ ക്യൂവിങ് മോഡൽ. ഓക്കെ, സിംഗിൾ സെർവർ മോഡൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ATM മെഷീനിൽ ഒരു ATM മെഷീൻ മാത്രമേ ഉള്ളൂ. ATMൻ്റെ മുമ്പിൽ കുറേ ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? ATM ആയിരിക്കും നമ്മുടെ സെർവർ. അതായത് ATM എന്നാണ് നമ്മൾ ക്യാഷ് എടുക്കുന്നത്. സോ ATM ഒരെണ്ണേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ സിംഗിൾ സെർവറാണ്. ഇനി നമ്മളിപ്പോൾ ഒരു ഫിലിമിന് ടിക്കറ്റ് എടുക്കാൻ പോവുകയാണെങ്കിൽ ലേഡീസിന് ഒരു കൗണ്ടർ ഉണ്ടായിരിക്കും, ജെൻസിന് ഒരു കൗണ്ടർ ഉണ്ടായിരിക്കും, ഒന്നിൽ കൂടുതൽ കൗണ്ടേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഏത് കൗണ്ടറിലാണോ ചെല്ലാൻ സുഖം ആ സെർവർ കൗണ്ടറിൽ പോയിട്ട് നമുക്ക് ക്യാഷ് എടുക്കാൻ കഴിയും അല്ലേ. സോ ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ സെർവർ ക്യൂവിങ് മെത്തേഡ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ലെങ്ത് ഓഫ് എ ക്യൂ. ഒരു ക്യൂവിൻ്റെ ലെങ്ത് എന്താവാം? ഒന്നെങ്കിൽ ഫൈനൈറ്റ് നമ്പർ ആവാം, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ആവാം അല്ലേ. ഒരു ക്യൂവിൽ കൃത്യം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ കൊറോണേൻ്റെ ടൈമിൽ ഒരു പള്ളിയിൽ വെള്ളിയാഴ്ച ജുമയ്ക്ക് 100 പേർക്ക് മാത്രമേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ 100 പേർക്കുള്ള ടിക്കറ്റ്സ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ സോ ദ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇസ് ഫൈനൈറ്റ് ടു 100 അല്ലേ. സോ ദെൻ വാട്ട് ഈസ് ഇൻഫൈനൈറ്റ്? നമ്പറിൽ ഇതൊന്നുമില്ല. സാധാരണ ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഒരു അമ്പലത്തിൽ തൊഴാൻ വേണ്ടിയിട്ടുള്ള ക്യൂ എന്ന് പറയുന്നത് എത്ര വേണമെങ്കിലും ആവും. വലിയ വലിയ അമ്പലങ്ങളിലാവുമ്പോൾ നമ്പറിന് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. ദാറ്റ് ഈസ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സിനെയാണ് നമ്മൾ ലെങ്ത് ഓഫ് എ ക്യൂ എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി നെക്സ്റ്റ് വണ്ണാണ് പോപ്പുലേഷൻ്റെ ലെങ്ത്ത്. സോ പോപ്പുലേഷൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് പേഴ്സൺസ്, എങ്ങനെയുള്ളവരാണ് ഒരു ക്യൂവിലേക്ക് വരേണ്ടത്. അതിലും എന്താണ്? ഫൈനൈറ്റ് നമ്പറുണ്ട്, ഇൻഫൈനൈറ്റ് നമ്പറുണ്ട്. ദാറ്റ് ഈസ് ഫൈനൈറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രത്യേക ടൈപ്പിലുള്ള ആൾക്കാർക്ക് മാത്രമേ, ഇപ്പോൾ ലേഡീസിനുള്ള ക്യൂ ആണെന്നുണ്ടെങ്കിൽ അവിടെ ലേഡീസ് മാത്രമേ വരാൻ പറ്റുള്ളൂ. ഓക്കെ. ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ജനറൽ ക്യൂ ആണെന്നുണ്ടെങ്കിൽ അവിടെ ലേഡീസിന് വരാം, ജെൻസിന് വരാം. അങ്ങനെയുള്ള ഒരു കാറ്റഗറൈസേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിൻ്റെ ടൈപ്പിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ വരാം. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂയിങ് തിയറീൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഇനി ഇതിൻ്റെ മാത്തമാറ്റിക്കൽ ബിഹേവിയറിലേക്ക് കിടക്കാം. അതായത് മാത്തമാറ്റിക്കലി ഇത് എങ്ങനെ ഒരു ക്യൂവിനെ കുറിച്ചുള്ള ഒരു പ്രോബ്ലം വന്നാൽ എങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ളത് പഠിക്കാം. അത് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ് പഠിച്ചിരിക്കേണ്ടതായിട്ട് ഉണ്ട്. സോ ഇനി ഇമ്പോർട്ടൻറ്റ് ടേംസ് നോക്കാം. ഫസ്റ്റ് വൺ, ക്യൂ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആവറേജ് ഓർ എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ എ ക്യൂ. അതായത് ഒരു ക്യൂവിൽ ഏകദേശം ആവറേജ് എത്ര ആളുകൾ വരും എന്നുള്ളതാണ് നമ്മൾ ക്യൂ ലെങ്ത് കൊണ്ട് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് വൺ, സിസ്റ്റം ലെങ്ത്. ഇറ്റ് ഈസ് ദ ആവറേജ് ഓർ എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് പേഴ്സൺ ഇൻ എ സിസ്റ്റം. ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ക്യൂ വരും, സർവീസ്
പ്രൊവൈഡ് ചെയ്യുന്നത് വരും, അവർ തിരിച്ചു പോകുന്ന വരും. അത് മൊത്തമാണ് ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ആ സിസ്റ്റത്തിൽ ഏകദേശം എത്ര ആളുകൾ വരും എന്നുള്ള ആവറേജ് നമ്പറിനെയാണ് സിസ്റ്റം ലെങ്ത് പറയുക. ക്യൂ ലെങ്ത് ആണെങ്കിൽ ക്യൂവിൽ എത്ര ആളുകൾ വരും എന്നുള്ളത് മാത്രമാണ്. നെക്സ്റ്റ് വെയിറ്റിംഗ് ടൈം ഇൻ എ ക്യൂ, അതായത് ഒരു ക്യൂവിൽ ആവറേജ് എത്ര സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും സർവീസ് അവൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് വെയിറ്റിംഗ് ടൈം ഇൻ എ ക്യൂ, WQ എന്നുള്ള ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് ടോട്ടൽ ടൈം ഇൻ സിസ്റ്റം, അതായത് ക്യൂവിലേക്ക് വന്ന് ക്യൂവിൽ വെയിറ്റ് ചെയ്ത് നിന്ന് സർവീസ് കിട്ടി തിരിച്ചു പോകാൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ ടോട്ടൽ ടൈം ഇൻ സിസ്റ്റം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് WS. ഈ സംഭവങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് എന്ത് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് റേറ്റ് ഓഫ് അറൈവൽ, അതായത് ഒരു സർവീസ് അവൈൽ ചെയ്യാൻ വേണ്ടി വരുന്ന ആവറേജ് റേറ്റ് ഓഫ് കസ്റ്റമേഴ്സിനെ നമ്മൾ ആവറേജ് റേറ്റ് ഓഫ് അറൈവൽ എന്ന് പറയും. ഇത് ലാംഡ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുക. നെക്സ്റ്റ് വൺ ആവറേജ് റേറ്റ് ഓഫ് സർവീസ്, അതായത് എത്ര ആളുകൾക്ക് നമുക്ക് ആവറേജ് റേറ്റ് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ സർവീസ് കൊടുക്കാം, അല്ലെങ്കിൽ ഇത്ര മണിക്കൂറിൻ്റെ ഉള്ളിൽ എത്ര സർവീസ് കൊടുക്കാം എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ആവറേജ് റേറ്റ് ഓഫ് സർവീസ് എന്ന് പറയുക. ദാറ്റ് ഈസ് മീൻ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇനി ട്രാഫിക് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഇത്ര പേരെ സർവീസ് ചെയ്യാൻ പറ്റും. അത് കണ്ടുപിടിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? ആവറേജ് റേറ്റ് ഓഫ് അറൈവൽ ഡിവൈഡഡ് ബൈ ആവറേജ് റേറ്റ് ഓഫ് സർവീസ്. ഇതാണ് ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിക്കുക. ട്രാഫിക് ഇൻറ്റൻസിറ്റി എത്രയായിരിക്കും എന്നാണ് നമുക്ക് അധികം ചോദ്യം വരിക. അതായത് ഒരു പെർട്ടിക്കുലർ ടൈമിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു 1 അവറിൻ്റെ ഉള്ളിൽ എത്ര പേരെ സർവീസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ട്രാഫിക് ഇൻറ്റൻസിറ്റി. നെക്സ്റ്റ് നമുക്ക് ഓരോ മോഡൽസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ദർ ആർ മെയിൻലി 3 types ഓഫ് മോഡൽസ് ഇൻ എ ക്യൂയിങ് തിയറി. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഇസ് പ്രോബബിലിസ്റ്റിക് മോഡൽ, സെക്കൻഡ് വൺ ഇസ് ഡിറ്റർമിനിസ്റ്റിക് മോഡൽ, തേർഡ് വൺ ഇസ് മിക്സഡ് മോഡൽ. ഇതിൻ്റെ രണ്ടിൻ്റെയും മിക്സ് ചെയ്ത് അതിൽ പ്രോബബിലിസ്റ്റിക് മോഡലിൽ തന്നെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് കാറ്റഗറിയാണ് മോഡൽ 1. നമ്മളതിനെ എർലാങ് മോഡൽ എന്ന് പറയും. പക്ഷേ മോഡൽ 1 M*M1 FCFS ഇൻഫിനിറ്റി, ഇതാണ് നമ്മൾ മോഡൽ 1നെ സൂചിപ്പിക്കുന്ന ലെക്ചർ. ഇത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. ഇതൊന്ന് മനസ്സിലാക്കേണ്ടത് ഈ 1 എന്ന് പറയുന്നത് ദർ ഈസ് ഓൺലി 1 സെർവർ. ഞാൻ ആദ്യം പറഞ്ഞു ദർ വിൽ ബി 1 സെർവർ ഓർ മൾട്ടിപ്പിൾ സെർവർ. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് അവിടെ ഒരു സെർവർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു കസ്റ്റമേഴ്സിൻ്റെ എണ്ണം ഫൈനൈറ്റും ആവാം ഇൻഫൈനൈറ്റും ആവാം. ഇവിടെ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം ഇൻഫൈനൈറ്റ് ആവും. എത്ര കസ്റ്റമേഴ്സ് വരും നമുക്ക് പറയാൻ പറ്റില്ല. നെക്സ്റ്റ് ഫസ്റ്റ് കം ഫസ്റ്റ് സർവീസ്, അതായത് ആദ്യം വരുന്ന ആൾക്ക് ആദ്യം സർവീസ് കൊടുക്കും. അതായത് ക്യൂവിൽ മുമ്പിൽ നിൽക്കുന്ന ആൾക്ക് ആദ്യത്തെ സർവീസ് കൊടുക്കും, ബാക്കിൽ നിൽക്കുന്ന ആൾക്ക് അവസാനത്തെ സർവീസ് കൊടുക്കും. സോ ഇതാണ് മോഡൽ 1. അവിടെ ഒരു സെർവറേ ഉണ്ടായിരിക്കുള്ളൂ. കസ്റ്റമേഴ്സിൻ്റെ എണ്ണം ഇൻഫൈനൈറ്റ് ആയിരിക്കും. അതേപോലെ ഫസ്റ്റ് വരുന്ന ആൾക്ക് ഫസ്റ്റ് സർവീസ് കൊടുക്കും. ഇതാണ് മോഡൽ 1. ഇതിലെങ്ങനെ പ്രോബ്ലം ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. എ സെൽഫ് സർവീസ് സ്റ്റോർ എംപ്ലോയീസ് 1 cashier at its counter. 9 customers arrive on an average every 5 minutes, while the cashier can serve 10 customers in 5 minutes. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട്. അതായത് ഒരു സ്റ്റോറിൽ ഒരു കാഷ്യറേ ഉള്ളൂ. സോ സെർവർ വിൽ ബി 1. കാഷ്യർ ആണല്ലോ സർവീസ് കൊടുക്കുന്ന ആൾ. അപ്പോൾ കാഷ്യർ ഒരാളേ ഉള്ളൂ. സോ ഫസ്റ്റ് മോഡലിലെ ഫസ്റ്റ് അസംഷൻ കറക്റ്റായി കിട്ടിയിട്ടുണ്ട്, 1 സെർവർ. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് 9 customers arrive on an average every 5 minutes. അതായത് 5 മിനിറ്റ് കൂടുമ്പോൾ 9 കസ്റ്റമേഴ്സ് വരുന്നു എന്നാണ്. അതേപോലെ തന്നെ ഒരു കാഷ്യർക്ക് 5 മിനിറ്റ് കൊണ്ട് 10 കസ്റ്റമേഴ്സിനെ സെർവ് ചെയ്യാൻ പറ്റും എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ടെണ്ണമാണ് നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ. ഈ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞു ആവറേജ് അറൈവൽ റേറ്റും ഉണ്ട്, അതുപോലെ തന്നെ ആവറേജ് സർവീസ് റേറ്റും ഉണ്ട് അല്ലേ. ആ 2 ഇൻഫർമേഷനാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. എന്താണ് പറഞ്ഞത്? 5 മിനിറ്റ് കൂടുമ്പോൾ 9 കസ്റ്റമേഴ്സ് വരും. അതായത് അപ്പോൾ ആവറേജ് അറൈവൽ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
9 കസ്റ്റമേഴ്സ് പെർ 5 minutes. അതായത് 9 പേര് 5 മിനിറ്റിനുള്ളിൽ വരുന്നു. ഇതെന്താണ് നമ്മുടെ ലാംഡ. ഓക്കെ, നെക്സ്റ്റ് ആവറേജ് സർവീസ് റേറ്റ്. അതായത് സർവീസ് റേറ്റ് കൊടുക്കുന്നതിൻ്റെ ആവറേജ്. അതായത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു കാഷ്യർക്ക് 10 കസ്റ്റമേഴ്സിനെ 5 മിനിറ്റ് കൊണ്ട് സർവീസ് ചെയ്യാൻ പറ്റും. അതായത് ഇതെന്താണ്, മീനാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് ലാംഡയും കിട്ടി, മീനും കിട്ടി. ഇനി ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ സിസ്റ്റം. ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ സിസ്റ്റം എത്രയാണ്? ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ സിസ്റ്റം നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഏതുകൊണ്ടാണ് ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? യെസ്, അതായത് ലെങ്ത് ഓഫ് ദി സിസ്റ്റം ആണെന്ത്? ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ സിസ്റ്റം. ഇനി ഇത് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ ഇതാണ്, LS ഈക്വൽ ടു ലാംഡ ഡിവൈഡഡ് ബൈ മീൻ മൈനസ് ലാംഡ. ഓക്കെ, ലാംഡ നമുക്കറിയാം 9/5. 9/5 ചെയ്യുമ്പോൾ നമുക്ക് 1.8 കിട്ടും. 10/5 ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും അല്ലേ? ഇനി എന്ത് ചെയ്യണം? നമ്മളോട് ആദ്യം ചോദിച്ചിരിക്കുന്നത് ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ സിസ്റ്റം ആണ്. ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ സിസ്റ്റത്തിന് നമ്മൾ എന്ത് പറയും? ലെങ്ത് ഓഫ് ദി സർവീസ് എന്ന് പറയും. ലെങ്ത് ഓഫ് ദി സർവീസ് കാണാനുള്ള ഇക്വേഷൻ ലാംഡ ഡിവൈഡഡ് ബൈ മീൻ മൈനസ് ലാംഡയാണ്. ലാംഡ നമുക്കറിയാം 1.8 ഡിവൈഡഡ് ബൈ 2 മൈനസ് 1.8. നമുക്ക് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും 9. അതായത് ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ സിസ്റ്റം വിൽ ബി 9. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ ക്യൂ ഓർ ആവറേജ് ക്യൂ ലെങ്ത്. അതായത് ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ ലെങ്ത് ആണ്. ക്യൂ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LQ എന്നുള്ളത് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ലാംഡ സ്ക്വയർ ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു മീൻ മൈനസ് ലാംഡ. അതായത് 1.8ൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 മൈനസ് 1.8. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 8.10 എന്ന് കിട്ടും. 8.10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗണ്ട് ചെയ്താൽ 8 കസ്റ്റമേഴ്സ് എന്ന് കിട്ടും. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ആവറേജ് ടൈം എ കസ്റ്റമർ സ്പെൻഡ് ഇൻ ദ സിസ്റ്റം. ആവറേജ് ടൈം എ കസ്റ്റമർ സ്പെൻഡ് ഇൻ ദ സിസ്റ്റം. അതായത് അതെന്തായിരിക്കും? നമ്മുടെ വെയിറ്റിംഗ് ടൈം ഇൻ എ സിസ്റ്റം. വെയിറ്റിംഗ് ടൈം ഇൻ എ സിസ്റ്റം അതായത് WS ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ മീൻ മൈനസ് ലാംഡ. ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ 2 മൈനസ് 1.8 ചെയ്ത് കഴിഞ്ഞാൽ 5 കിട്ടും. ആവറേജ് ടൈമാണ്, സോ 5 minutes. നെക്സ്റ്റ് അടുത്തത് കണ്ടുപിടിക്കാൻ പറയുന്നത് ആവറേജ് ടൈം എ കസ്റ്റമർ വെയിറ്റ്സ് ബിഫോർ ബീയിങ് സെർവ്ഡ്. അതായത് ആവറേജ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്, അതായത് വെയിറ്റിംഗ് ടൈം ഫോർ സർവീസ്. അത് നമ്മൾ വെയിറ്റിംഗ് ടൈം ഫോർ ഗെറ്റിംഗ് സർവീസ്, അതായത് ക്യൂവിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈം, ദാറ്റ് ഈസ് WQ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. അത് കണ്ടുപിടിക്കാൻ ലാംഡ ഡിവൈഡഡ് ബൈ മീൻ മൈനസ് ലാംഡ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 4.5 minutes എന്ന് കിട്ടും. ഇതാണ് നമ്മൾ ഒരു ക്യൂവിങ് മോഡലിൻ്റെ ഫസ്റ്റ് മോഡലിലുള്ള ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കാനുണ്ടാവുക എന്തൊക്കെയാണ്? ഒന്ന് ആവറേജ് ടൈം ഫോർ ഗെറ്റിംഗ് സർവീസ്, ഒന്ന് ആവറേജ് ടൈം ഇൻ സിസ്റ്റം, അതേപോലെ ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഫോർ ഗെറ്റിംഗ് സർവീസ് ആൻഡ് ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ എ ക്യൂ. ഈ 4 LS, LQ, WS, WQ. അതേപോലെ തന്നെ നമ്മുടെ ട്രാഫിക് ഇൻറ്റൻസിറ്റി, ദാറ്റ് ഈസ് ലാംഡ ഡിവൈഡഡ് ബൈ മീൻ. ഇത്രയായിരിക്കും ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഈ ഇക്വേഷൻസ് വെച്ചിട്ട് സോൾവ് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ.